ധർമ്മസ്ഥല വിവാദത്തെക്കുറിച്ച് നമ്മൾ 3-4 വീഡിയോ ചെയ്തു. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം, ഈ ശുചീകരണ തൊഴിലാളി താൻ കുഴിച്ചിട്ട ശവശരീരങ്ങൾ കുഴിച്ചിട്ട സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കും എന്ന് പറയുന്നതാണ്. അയാൾ ചില സ്ഥലം പറഞ്ഞ് അവിടെയൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ പരിശോധന നടത്താൻ പോലീസ് പോവുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം, കർണാടകയിലെ ആഭ്യന്തര സുരക്ഷാ വിഭാഗത്തിൻ്റെ DGP നയിക്കുന്ന ഒരു സംഘം. അതിൽ 2 അംഗങ്ങൾ, വനിതാ അംഗം ഉൾപ്പെടെ പിന്മാറിയിരുന്നു. അപ്പോൾ ഏതായാലും അവിടെ പരിശോധിക്കാൻ പോവുകയാണ്. ഇപ്പോൾ വന്ന് ഈ ശുചീകരണ തൊഴിലാളി ആദ്യം പറഞ്ഞ 100 കണക്കിനെന്നായിരുന്നു. ഇപ്പോൾ 15-ലെത്തിയിട്ടുണ്ട്. 100 കണക്കെന്നുള്ള 15 എത്തി. അത് മാത്രമല്ല, ഈ ധർമ്മസ്ഥലയിലെ ഈ വിവാദം ഉണ്ടാക്കിയത് ഈ ശുചീകരണ തൊഴിലാളിയാണ്. ധർമ്മസ്ഥലയിൽ അക്രമങ്ങളും കൊലപാതകവും ഒന്നും നടന്നിട്ടില്ല എന്ന് നമുക്ക് അഭിപ്രായമില്ല. ഇപ്പോൾ ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഗുരുവായൂർ ക്ഷേത്രം ഓർമ്മ വരും. ഗുരുവായൂർ ഒരു കൂട്ടക്കൊലയോ മറ്റക്രമങ്ങളോ നടന്നാൽ അത് ഗുരുവായൂർ ദേവസ്വം ചെയ്തതാണെന്ന് പറയുന്നതിൻ്റെ യുക്തി എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള സുഡാപ്പി, ജിഹാദി, കമ്മി ആളുകൾ പറയുന്നത് ധർമ്മസ്ഥല പറയടാ എന്ന്. ധർമ്മസ്ഥല എന്താണ്? ധർമ്മസ്ഥല എന്ന് പറയുന്ന ജൈനമത വിഭാഗക്കാർ നടത്തുന്ന ഹൈന്ദവ ക്ഷേത്രം. ആ ഹൈന്ദവ ക്ഷേത്രത്തിൽ കൊലപാതകം നടന്നു എന്നല്ല പരാതി. ആ ഹൈന്ദവ ക്ഷേത്രത്തിൽ ബലാത്സംഗങ്ങൾ നടന്നു എന്നല്ല പരാതി. ഹൈന്ദവ ക്ഷേത്രത്തിലെ പൂജാരിമാർ ബലാത്സംഗമോ കൊലയോ നടത്തി എന്നല്ല പരാതി. അതിലെ ചുമതലക്കാർ നടത്തി എന്നുമല്ല പരാതി. ചുമതലക്കാരുമായി ബന്ധമുള്ള ചിലർ ആണ് എന്ന് പരാതി. ആ ധർമ്മസ്ഥല എന്ന് പറയുന്നൊരു ക്ഷേത്രം മാത്രമല്ല, ക്ഷേത്രത്തെ ചുറ്റിയുള്ള ഒരു നഗരം തന്നെയാണ്, ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് നടന്നിട്ടുണ്ടെന്ന് ഒരാൾ പറയുന്ന സംഭവം ഒരു ക്ഷേത്രത്തിനെതിരെയുള്ള ആക്രമണത്തിൻ്റെ ആയുധമാക്കി മാറ്റുന്നുണ്ട്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഇത് ഒരാൾ വന്ന് പറഞ്ഞതാണ്. ഇന്ന് വരെ ഒരു തെളിവും കിട്ടിയിട്ടില്ല. ഇയാൾ കോടതിയിൽ വന്ന് 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. കയ്യിലൊരു തലയോട്ടിയും പിടിച്ചോണ്ടൊക്കെയാണ് അത്രേ പോയത്. ഈ തലയോട്ടി എവിടെ നിന്നെടുത്തതാണ്? അത് പുരുഷൻ്റെ തലയോട്ടിയാണോ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ഉണ്ടാക്കിയതാണോ എന്നൊക്കെ തെളിയിക്കപ്പെടാനിരിക്കുകയാണ്. എന്താണ് ജീവഭയം കൊണ്ട് ഓടിപ്പോയ ഈ ശുചീകരണ തൊഴിലാളിക്ക് പെട്ടെന്ന് ജീവഭയം ഇല്ലാതെ തെളിവെടുപ്പിന് കോടതി മുമ്പാകെ വരാം, ഞാൻ പരസ്യമായി ഇവരെ കാണിച്ചു തരാം എന്നു തോന്നാനുള്ള ഒരു ധൈര്യമുണ്ടല്ലോ? ആ ധൈര്യം എവിടുന്നാണ് കിട്ടിയത്? അങ്ങനെ ഉണ്ടെങ്കിൽ. രണ്ടാമത്തത്, ഈ നമ്മുടെ അർജുൻ, ശിരൂരിൽ ലോറിയുമായി പോയ അർജുനൻ്റെ പേരിൽ ഒരുപാട് മുതലക്കണ്ണീർ നടത്തി അവസാനം അർജുൻ്റെ കുടുംബം തള്ളിപ്പറഞ്ഞ മനാഫാണ് അവിടെ ഈ പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ച് മുന്നിൽ നിൽക്കുന്നത്. മനാഫിന് എന്താണ് ധർമ്മസ്ഥലയിൽ കാര്യം എന്ന് ചോദിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തു. ഉടനെ മനാഫ് ഇന്ത്യൻ പൗരനാണ്, അതുകൊണ്ടാണെന്ന് പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യൻ പൗരന്മാർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ മനാഫ് അവിടെ വരുന്നു. അതിലൊക്കെ ഇപ്പോൾ ഏറ്റവും പുതിയൊരു വെളിപ്പെടുത്തൽ വരുന്നുണ്ട്. മനാഫിൻ്റെ മറ്റൊരു മനാഫാണ് ഈ ശുചീകരണ തൊഴിലാളി എന്ന് പറയുന്നത്. എന്ന് വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഇന്ന് അവിടുത്തെ പ്രതിപക്ഷ നേതാവ്, BJPയുടെ നേതാവ് R. അശോക ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മനാഫല്ല, ഈ ശുചീകരണ തൊഴിലാളി ക്ഷേത്രത്തിലെ നേത്രാധിപതിയുടെ തീരെ ശുചിയാക്കാനുള്ള ശുചീകരണ തൊഴിലാളി ഒരു മുസ്ലിമാണ്. അതെ, ആണെന്നും പിന്നെ ഇത് കർണാടകയിലെ ആളുകൾക്കൊന്നും ഈ ധർമ്മസ്ഥലയെ പറ്റിയിട്ട് പ്രശ്നങ്ങളും പരാതിയൊന്നുമില്ല. ഇത് മുഴുവൻ ഉണ്ടാക്കുന്നത് കേരളമാണെന്നും അശോക ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആലോചിക്കുക, നേരത്തെ പറഞ്ഞത് ഗുരുവായൂർ വെച്ച് ഒരു പെൺകുട്ടിയെ കാണാതെ പോയി. ഗുരുവായൂർ ക്ഷേത്രമാണ് ഉത്തരവാദി. ധർമ്മസ്ഥലയിൽ വന്ന വിനോദസഞ്ചാരിയായിട്ട് വന്ന ഒരു പെൺകുട്ടിയെ കാണാതെ പോയെങ്കിൽ ധർമ്മസ്ഥല ക്ഷേത്രത്തിന് എന്താണ് ഉത്തരവാദിത്വം? അവിടെ ഒരു യുവതി ഗുരുവായൂര് ശ്രീകൃഷ്ണന്റെ ചിത്രമൊക്കെ വരച്ചിട്ട് കൃഷ്ണന്റെ ജന്മദിനത്തിന് കേക്ക് കട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. ഇതിൽ ഗുരുവായൂരപ്പന് എന്തെങ്കിലും ഉത്തരവാദിത്വമാണ്? അതിനായിക്കോട്ട് പറഞ്ഞു, പഞ്ചായത്തിൽ കയറി പോലെന്ന് പറഞ്ഞു അല്ലേ? അതെ. ഇത്തവണ ഗുരുവായൂർ പോകുമ്പോഴൊന്നും കണ്ടില്ല. കോടതി വിലക്കുണ്ട്. അവിടെ ഈ വക വൃത്തികേടൊന്നും ഉണ്ടായിരുന്നു. അല്ല, ഞാൻ പറയുന്നത് ധർമ്മസ്ഥലയെ ഒരാൾ വന്നൊരു വെളിപ്പെടുത്തൽ നടത്തുന്നു, ഒരു തെളിവുമില്ല, ഒരു തുമ്പും കിട്ടിയിട്ടില്ല. മാധ്യമങ്ങൾ ഇത് പെരുപ്പിക്കുന്നു. തേർഡ് ഐ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ആ ചാനലാണ്, യൂട്യൂബ് ചാനലാണ് ഇത് കുളമാക്കിയത്. തേർഡ് ഐ നടത്തുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അത്യാവശ്യം പരിശോധിച്ചിട്ടുണ്ട്. അത്ര ഒരു ഹിന്ദു അനുഭാവമുള്ള ചാനലൊന്നും ആകാൻ സാധ്യതയില്ല. ഇപ്പൊ ഇയാള് ഈ തലയോട്ടി മുഴുവൻ ഇതൊക്കെ പറയുന്നത് വെറുതെയാണെന്ന് നമുക്കറിയാം. 100 കണക്കിന് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മടിച്ചു നിന്നാണ്. ഇതെവിടുന്നാണ് ഈ 100 കണക്കിന് ആളുകള്
യുവതികൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ, ആഭിചാരക്രിയയോ എന്തെങ്കിലും ആയിക്കോട്ടെ, കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഇത്രയും കൊല്ലം മറച്ചിരിക്കുമോ കുടുംബങ്ങളും ഒക്കെ. ഇതില് ഈ ഒരു പെൺകുട്ടിയുടെ അമ്മ CBI സ്റ്റാഫാണ് എന്ന് പറഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥയല്ല, സുജാത എന്ന് പറയുന്ന സ്ത്രീ CBI ഉണ്ടായിരുന്നതാണ്. അതൊന്നും അപ്പോ അവര് ഇപ്പൊ ഇങ്ങനെ ഒരു ശുചീകരണ തൊഴിലാളി വന്ന് പലതും പറഞ്ഞപ്പോ വേറെ കാരണങ്ങൾ കൊണ്ട് കാണാതായ യുവതികളുടെ മാതാപിതാക്കളും ഒക്കെ രംഗത്ത് വരികയാണ്. നേരത്തെ വിവരം കിട്ടിയില്ല, എന്നാ പിന്നെ ഇതിന്റെ കൂടെ അല്ല, ഇത് 94 മുതൽ 2015 വരെ മറ്റോ ഈ സംഭവങ്ങൾ ഉണ്ടായിരുന്ന 98 മുതൽ 2015 വരെയാണ് ഈ സംഭവം എന്നാണ് ഈ ശുചീകരണ തൊഴിലാളി എന്ന് പറഞ്ഞ മഹാൻ വന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് അറിയോ? കർണാടകത്തിന്റെ പല ഭാഗത്തുനിന്ന് കാണാതെ പോയ ആളുകളുടെയൊക്കെ പട്ടിക പൊങ്ങി വരികയാണ്. അതെല്ലാം ധർമ്മസ്ഥലയാണ്, എല്ലാം ധർമ്മസ്ഥലയാണ്. ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് പോയ MBBS അവരും ധർമ്മസ്ഥലയ്ക്ക് പോയി, അത് ധർമ്മസ്ഥല. പിന്നെ സൗജന്യയുടെ ഒരു പഴയ കഥ. ഇങ്ങനെ ഈ എല്ലാം കൂടി കെട്ടി ആ കാലത്ത് ഇവരാരെങ്കിലും ഇവിടെ വെച്ച് കാണാതെ പോയിട്ടുണ്ട്. നാളെ ഗുരുവായൂർ വെച്ചൊരാളെ കാണാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചേന്നാസിന്റെ അടുത്താണോ ചെന്ന് പറയുക? അപ്പൊ ചേന്നാസും പറയില്ലേ ഞാൻ ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാനാണ്, പോകേണ്ടത് പോകുന്നു പറയും. അങ്ങനെ ഇപ്പൊ ഈശ്വരവാര്യര് പണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി അന്ന് കരുണാകരനാണല്ലോ. ഈശ്വരവാര്യർക്ക് പരിചയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അച്യുതമേനോനെ കാണാൻ പോയ കഥ ഈശ്വരവാര്യരുടെ ഓർമ്മക്കുറിപ്പിലുണ്ട്. അച്യുതമേനോൻ അവസാനം എടുത്തിട്ട് ചോദിച്ചു, താൻ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാനൊരു തോർത്തും തോളത്തിട്ട് ഇറങ്ങിയത് അന്വേഷിക്കാനാണോ? കാരണം അന്ന് കരുണാകരനെ കൊണ്ട് മടുത്തിരിക്കുകയാണ് അച്യുതമേനോൻ. ഒരേ നാട്ടുകാരാണെങ്കിലും വലിയ സംസാരമൊന്നും ഉണ്ടായിരുന്നവരല്ല. നല്ല അഭിപ്രായം അച്യുതമേനോൻ എന്തെങ്കിലും വല്ലപ്പോഴും അപൂർവമായിട്ട് കരുണാകരനെ പറ്റി പറഞ്ഞത് കരുണാകരൻ്റെ അടുത്ത് ആളുകൾ ചെന്ന് പറഞ്ഞാൽ തന്നെ മൂപ്പര് എന്നെ പറ്റി അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കുമായിരുന്നു. അവിശ്വസനീയമാണ്. അങ്ങനത്തെയൊക്കെ കാലഘട്ടത്തിൽ ഇപ്പോൾ എല്ലാം കൂടി ഇതിൻ്റെ തലയ്ക്ക്. അപ്പോഴാണ് ഇവർ പറയുന്നത്, ഞങ്ങൾ അന്ന് പോയി, ഇപ്പം സുജാതയും ഒക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ വീരേന്ദ്ര ഹെഗ്ഡെ ചെന്ന് കണ്ടു, അദ്ദേഹത്തിന് ഇതിൽ എന്ത് ചെയ്യാനാണെന്ന് പോലീസിച്ചെന്ന് പറയാ. ഞാൻ ക്ഷേത്രത്തിന്റെ ധർമ്മം, നിങ്ങൾ പോലീസ് അങ്ങനെയല്ലേ അദ്ദേഹത്തിന് ആ സമയത്ത് പറയാൻ പറ്റൂ. ഇപ്പൊ ഇയാൾ 15 സ്ഥലം കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ആന്റി നക്സൽ ഫോഴ്സിനെയാണ് ഇനി അത് തുറക്കാനൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്. നക്സൽ വിരുദ്ധ സേനയാണ് കർണാടകത്തിൽ സിദ്ധരാമയ്യ ഏൽപ്പിക്കുന്നത്. ആദ്യത്തെ 8 എണ്ണം ഇയാൾ കാണിച്ചു കൊടുത്തത് ഇപ്പോൾ മറ്റേ കേരളിന്റെ കുറ്റി നാട്ടിയ പോലെ എല്ലായിടത്തും മഞ്ഞ കുറ്റിയൊക്കെ നാട്ടിയിട്ടുണ്ട്, 1, 2, 3 എന്ന് പറഞ്ഞിട്ട്. ആദ്യ 8 എണ്ണം നേത്രാവതി തീരത്ത്, 9 മുതൽ 12 വരെയുള്ളത് ഹൈവേ, ഈ പുഴയുടെ തീരത്തുള്ള ഹൈവേയുടെ അടുത്ത്. 13ാമത്തെ ജഡമുണ്ടെന്ന് പറയുന്നത് നേത്രാവതി ആജുക്കുറി, നേത്രാവതി ആജുക്കുറി റോഡില് 13ാമത്തത്. 14ഉം 15ഉം കന്യാടി ഈ ഹൈവേയുടെ അടുത്ത് കന്യാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 15 എണ്ണവും തുറന്നിട്ട് അവിടെ നിന്നും ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ മംഗളൂരുവിൽ കഴിഞ്ഞ 2 ദിവസം ഇയാളെ ചോദ്യം ചെയ്തിട്ടുണ്ട്, ഈ ശുചീകരണ തൊഴിലാളിയെ. SIT ചോദ്യം ചെയ്തിട്ടുണ്ട് 1998 മുതൽ 2014 വരെയുള്ള കാര്യങ്ങൾ. അതിനു പുറമെ മല്ലിക്കട്ടയിലെ IB ഓഫീസിലെ ഇന്റലിജൻസ് ബ്യൂറോ, കേന്ദ്ര ഏജൻസി, IB ഓഫീസിൽ ഈ കഴിഞ്ഞ ശനിയും ഞായറും ഈ ശുചീകരണ തൊഴിലാളിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അത് വളരെ പ്രധാനമായിരിക്കുമല്ലോ. കേന്ദ്രത്തിന് അതിനെപ്പറ്റി ഒരു ധാരണ ഇതിനകം ഉണ്ടായി കാണും. അതുകൊണ്ട് ആരാണ് ഇതിൻ്റെ പിന്നിൽ നിന്നൊക്കെ ഉള്ളത് ഇപ്പോൾ കേന്ദ്രത്തിന് അത്യാവശ്യം വിവരം ആയിട്ടുണ്ടാവും. അപ്പോൾ കറുത്ത മുഖം മൂടി ആയിട്ട് തന്നെയാണ് ഇയാൾ ഇപ്പോഴും കൊണ്ടു നടക്കുന്നത്. വീഡിയോ, ഈ ചോദ്യം ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകളിലുണ്ട് തെളിവായിട്ട്. ജിതേന്ദ്രകുമാർ ദയാമ ആണ് SITയുടെ ചീഫ്. ജിതേന്ദ്രകുമാർ ദയാമയാണ് ഇതിൻ്റെയൊക്കെ മേൽനോട്ടം. SIT ചീഫ് പ്രണബ് മൊഹന്തി എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ഇത് ഇനി കുഴിക്കുന്നതൊക്കെ ചില ആളുകൾ പഴയ ശിരൂര് പോയ പോലെയൊന്നും ആളുകളെ ഒന്നും നിർത്തിയിട്ടില്ലെന്ന് തോന്നുന്നു കേരള ചാനലുകൾ. സത്യത്തിൽ മനാഫിന്റെ സ്വാധീനം ഉണ്ടെങ്കിൽ റിപ്പോർട്ടറും ഒക്കെ പോയി ഇരിക്കേണ്ടതാണ് ഈ കുഴി തുറക്കുന്നത് കാണാൻ. അല്ല,
ചാനലൊക്കെ പോയി, ഏഷ്യാനെറ്റൊക്കെ ലൈവ് കാണിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് കുഴി മഴയായതുകൊണ്ട് കുഴിച്ചില്ലെന്ന്. അപ്പൊ ഈ കുഴിക്കുമ്പോൾ സംഗതി പുറത്തു വരും. കാരണം അത് ശൂന്യമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നിരാശ അതിഭീകരമായിരിക്കുമല്ലോ. കാരണം ഈ മൊഴി ആദ്യം പറയുമ്പോൾ തന്നെ ഒരു മുൻകൂർ ജാമ്യമുണ്ട്. എളുപ്പം ജീർണിക്കാനും ഒഴുകിപ്പോകാനും ഒക്കെ ഉള്ള സൗകര്യമുള്ള സ്ഥലത്ത് കുഴിച്ചിടണം എന്നാണ് പറഞ്ഞിരുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് കിട്ടാനാണ്? ആദ്യമേ തന്നെ അപ്പൊ മുൻകൂർ ജാമ്യം കിട്ടാതിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഈ മൊഴി പറഞ്ഞ ആൾക്കറിയാം. അതറിയാം. അപ്പോൾ കുറെ ഒരു പുകമറ ഉണ്ടാക്കിയിട്ട് അവിടെ നന്നായിട്ട് കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. ഹെഗ്ഡെ, അതായത് ഹിന്ദു ഹെഗ്ഡേമാര് ധാരാളമായിട്ട് കച്ചവടം നടത്തുന്ന കടകളാണ് അവിടെ ഉള്ളത്. ഹിന്ദു ഹെഗ്ഡേമാരുടെ കടകൾ പൂട്ടിക്കണം എന്ന് ആർക്കെങ്കിലും അജണ്ടയുണ്ടോ എന്നുള്ള സംശയമുണ്ട്. കാരണം നമ്മുടെ ക്ഷേത്ര നഗരികളിൽ ചുറ്റും കച്ചവടം നടത്തുന്ന ആരാണെന്ന് ആലോചിച്ചാൽ മതി. അതാണ്. ബാക്കിയുള്ള കേരളത്തിലെ ചന്തകൾ മുഴുവൻ അല്ലേ, മാർക്കറ്റുകൾ മുഴുവൻ ആരുടെ കൈവശമാണ്? മേനക ആർക്കേഡില്ലേ, ആരുടെ കൈവശമാണ്? ഇതൊക്കെ ഇത്തരം സ്ഥലങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ വേണം എന്ന് നിർബന്ധമുള്ള ആളുകളുണ്ട്. ഈ ഹെഗ്ഡേമാർ, എന്നോടൊരാൾ വലിയ കുറ്റമായിട്ട് പറഞ്ഞത്, ഈ ഹെഗ്ഡേമാരുടെ കടകളിലൊക്കെ അരി, ഗോതമ്പ്, പയറ്, തുവരപ്പരിപ്പ് ഇതിനെല്ലാത്തിനും ഒരു വിലയാണെന്ന്. അതെങ്ങനെയാണ് ഒരു കുഴപ്പമായിട്ട് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ നാട്ടിലും ഈ കടകളിലൊക്കെ ഇപ്പം മട്ടവടി, പാലക്കാടൻ മട്ടവടി വേണമെന്നെങ്കിൽ എല്ലാ കടയിലും ഒരേ വില ആയിരിക്കുമല്ലോ. ഇനി ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ, ഇനി ഒന്നിച്ചാണെങ്കിൽ തന്നെ ഇപ്പൊ വാട്സാപ്പും കാര്യങ്ങളൊക്കെ അല്ലേ, സ്വർണത്തിന്റെ വില അപ്പൊ ഒന്നാണ്, പെട്രോളിന്റെ വില ഒന്നാണ്. അല്ല, അതൊക്കെ ബാലിശമായ ഓരോ ആക്ഷേപങ്ങളാണ്. ഒരു ക്ഷേത്രം, ഒന്നാമത് ആ ക്ഷേത്രത്തിനൊരു വൈരുദ്ധ്യമുണ്ട്. ജൈനന്മാരുടെ ക്ഷേത്രമാണ്, ഹിന്ദു മൂർത്തിയാണ്. അപ്പം അതുകൊണ്ട് ഇതിനെ തകർക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെന്താന്ന് വെച്ചാൽ അവിടെ നമ്മൾ താമസിക്കാൻ പോയാൽ കാശ് കൊടുക്കണ്ട. താമസം, ഭക്ഷണമൊക്കെ സൗജന്യം, എല്ലാം സൗജന്യം. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കോഷൻ ഡെപ്പോസിറ്റ് 100 പറഞ്ഞ് പിടിക്കുന്നത് നമ്മൾ അവിടെ നിന്ന് മടങ്ങുമ്പോൾ പോയി കഴിഞ്ഞാൽ തിരിച്ചു തരികയും ചെയ്യും. നമ്മൾ അവിടെ ഒന്നും വൃത്തികേടാക്കരുത് എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഒരു കോഷൻ ഡെപ്പോസിറ്റ് 100 രൂപയോ മറ്റോ അത് തിരിച്ചു തരികയും ചെയ്യും. അല്ലാത്ത ഡോർമെറ്ററീസും ഉണ്ട്. അവിടെയാണല്ലോ ആദ്യം ഈ ധർമ്മസ്ഥലയിലല്ലേ വലിയ ബെൽജിയത്തിൽ നിന്നൊക്കെയുള്ള മെഷീനൊക്കെ വെച്ചിട്ട് പാചകം ചെയ്യുന്നത്, വിതരണം ഇല്ലേ, ഇത് വിളമ്പുന്നത്, ഇതൊക്കെ അങ്ങനെയല്ലേ. പിന്നെ ഉടുപ്പിയിലും ഒക്കെ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കർണാടകയിലാണ് ആദ്യം കാണുന്നത് ഈ സൗജന്യ അന്നദാനം മാസീവായിട്ട് ചെയ്യുന്നു. അതെ അതെ. അപ്പൊ ഇതൊന്നും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആളുകൾക്കല്ല, ചില ആളുകൾക്ക്. അതാണ് ഒരു ക്ഷേത്രത്തെ തകർക്കാനുള്ള ആസൂത്രിത പദ്ധതിയാണോ എന്നതുകൂടി ഇനി അറിയാനിരിക്കുന്നു. വരും ദിവസങ്ങളിൽ അത് ബോധ്യമാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.